നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു ദൈവവചനമുണ്ട്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദാവീദ് രാജാവ് തൻ്റെ സങ്കീർത്തനത്തിൽ എഴുതി വെച്ച തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളിൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ പ്രത്യാശ വെച്ചിട്ട് എഴുതുന്ന വരികളാണിവ. ജീവിതത്തിൽ പ്രതിസന്ധികളിൽ അകപ്പെടുന്നതല്ല കാര്യം, പിന്നെയോ ആ പ്രതിസന്ധികളിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ള ഒരു ദൈവം എൻ്റെ പക്ഷത്തുണ്ടെന്നുള്ള വിശ്വാസമാണ് തൻ്റെ ജീവിതത്തെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ചിന്തിച്ചാൽ ചെങ്കടൽ മുമ്പിൽ വരുന്നതല്ല വിഷയം. ഈ ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ച് അതിലൂടെ തന്നെ അപ്പുറത്ത് കടത്താൻ കഴിവുള്ള ഒരു ദൈവം തന്നോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ, ഒരു ദൈവഭക്തന്റെ ധൈര്യം എന്ന് പറയുന്നത്. തീച്ചൂളയിൽ അകപ്പെടുന്നതല്ല വിഷയം. ഈ എരിയുന്ന തീച്ചൂളയുടെ ബലത്തെ കെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഒരു ദൈവഭക്തന്റെ ധൈര്യം. സിംഹക്കുഴിയിൽ അകപ്പെടുന്നതല്ല കഷ്ടം. ഈ സിംഹത്തിൻ്റെ വായ അടയ്ക്കാൻ കഴിവുള്ള ഒരു ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ദൈവഭക്തന്റെ ധൈര്യം. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നതല്ല ഒരു ഭക്തന്റെ അവസാനം. ഈ കാരാഗൃഹത്തിൽ നിന്ന് വിടിവിപ്പാൻ ശക്തനായ ഒരു ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ഒരു ഭക്തന്റെ ധൈര്യം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളിലും നമ്മളെ തലമുറകൾ ദൈവം ആഗ്രഹിക്കാത്ത വഴിയിലൂടെ പോകുന്നതല്ല വിഷയം. ആ പ്രതിസന്ധിയുടെ നടുവിലും നമ്മുടെ തലമുറകളെ മടക്കി കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഒരു ഭക്തന്റെ ധൈര്യം. ജീവിത സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിക്കോട്ടെ, അതിലൂടെ വിഷമിച്ച് നടക്കുവാനല്ല. ഈ പ്രതികൂലത്തിന് നടുവിലും മുഴങ്കാലുകളെ ഞാൻ മടക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ നിലവിളിയും എൻ്റെ കണ്ണുനീരും കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ് ഒരു യഹോവ ഭക്തന്റെ ധൈര്യം. അതുകൊണ്ട് ദൈവം പറയുന്നു, നിന്റെ തലയിലെ മുടി ദൈവം അനുവദിക്കാതെ, പിതാവായി ദൈവം അനുവദിക്കാതെ ഒന്നും നിലത്ത് വീഴുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നന്മയ്ക്കായി കർത്താവ് കൂടി വ്യാപരിപ്പിക്കുന്നെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നെങ്കിൽ, തൻ്റെ ജീവിത സാഹചര്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അവിടെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കാം. അതിനെ അതിജീവിക്കുവാൻ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിപ്പാം. ഈ പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.